Traveling എത്രത്തോളം exciting ആണ് അത്രത്തോളം dreadful ആണ് hotel beds. I woke up with a stiff back and was trying my best to keep my spirits high. But let's start the day by appreciating and having a positive thought. അതാണ് ഈ വ്യൂ. ഇന്ന് ഡേ 1 ആണ് in Kyoto. ഗുഡ് മോർണിംഗ്. ഞാൻ ജസ്റ്റ് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി ആൻഡ് ലുക്ക് അറ്റ് ദിസ് വ്യൂ. ഇതൊരു ടെമ്പിൾ വ്യൂ ആണ് എന്നാണ് പറഞ്ഞത് താഴെ റിസപ്ഷനിൽ. രാവിലെ എനിക്ക് നോക്കിയപ്പോൾ അടിപൊളി വ്യൂ ആണ്. ഇറ്റ്സ് സോ സെറീൻ. ആൻഡ് ഇവിടെ ഒരു റെയിൽവേ ട്രാക്കും ഉണ്ട്. ദിസ് റിമൈൻഡഡ് മീ ഓഫ് മൈ ഹോം. പിന്നെന്താ, ഇന്നലെ ലോണ്ട്രി ചെയ്ത് വന്നപ്പോൾ ക്ലോത്ത്സ് എല്ലാം ഈ സോഫയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുണ്ട്, എന്നാലും ഒരു ഈർപ്പം പോലെ. സോ ഐ ജസ്റ്റ് തോട്ട് ഐ ജസ്റ്റ് കീപ്പ് ഇറ്റ്. നമുക്ക് ഈ ഹോട്ട് വാട്ടർ എൻജോയ് ചെയ്യാം ലുക്കിംഗ് അറ്റ് ദിസ് വ്യൂ. ജപ്പാനിൽ ചെറി ബ്ലോസം സീസൺ പോലെ തന്നെ ഫോൾ സീസണും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ചെറി ബ്ലോസം സ്പ്രിംഗ് ആയി നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു സൈഡിൽ ജാപ്പനീസ് മേപ്പിൾ ട്രീ കുട്ടി ഇലകൾ ഇങ്ങനെ കിളിർത്ത് വരാണ്. ഒക്ടോബർ ആകുമ്പോഴത്തേക്കും ഇലകളെല്ലാം ഒരു ബ്രൈറ്റ് റെഡിഷ് ഓറഞ്ച് കളറാവും. എൻ്റെ മനസ്സിൽ ആ നിമിഷം ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വീണ്ടും ജപ്പാൻ വരണം. ആൻഡ് ഐ വോണ്ട് ടു സീ ദിസ് ബ്യൂട്ടിഫുൾ ഫോൾ സീസൺ. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കണത് ഗ്രീൻ സ്മൂതിയാണ്. ഗ്രീൻ സ്മൂതി ഉണ്ട്, മാംഗോ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ആൻഡ് ദെൻ ദിസ് ഈസ് ബ്ലൂബെറി. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ് അല്ലേ. അപ്പോൾ ഗ്രീൻ സ്മൂതി എടുത്തു. കുറേ ദിവസം കൊണ്ട് ഞാൻ ഈ സംഭവം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ വന്നിട്ടില്ലെങ്കിൽ ഇത് കഴിഞ്ഞു പോകും. അപ്പോൾ ഇന്ന് രാവിലെ എനിക്കപ്പോൾ ഡിസൈഡ് ഐ ഹാവ് ഇറ്റ്. ഇതിൽ ശരിക്കും ഫ്രൂട്ട്സും ഗ്രീൻസും ആണുള്ളത്, ഇതിൽ മിൽക്കില്ല. എന്നിട്ട് ബ്ലെൻഡ് ചെയ്തു. ഇറ്റ്സ് ആക്ച്വലി ദ റിയൽ ജ്യൂസ്. സോ ഇറ്റ്സ് ടേസ്റ്റി ആൻഡ് അധികം ഷുഗർ ഇല്ല. ദിസ് നോ ആഡഡ് ഷുഗർ ടു ഇറ്റ്. ഇത് നമ്മൾ ഇനാരി, ഫുഷിമി ഇനാരി എത്തിയിരിക്കുകയാണ്. ഇതിൽ കുറേ ടോറി ഗേറ്റ്സ് ഉണ്ട്. ഫുഷിമി ഇനാരിൻ്റെ പുറത്ത് കണ്ടു ഫോക്സ് ആണ്. ഈ ഫോക്സ് ആണ് മെസ്സഞ്ചർ. സോ ഈ ഭഗവാന്റെ മെസ്സഞ്ചർ ആയിരുന്നു ഫോക്സ്. അതുകൊണ്ട് ഇവിടെ എല്ലാം സൈഡിലും ഈ ഫോക്സിൻ്റെ സ്റ്റാച്യൂസ് ഉണ്ട്. എസ്പെഷ്യലി എൻട്രൻസിൽ യു ക്യാൻ സീ. ടോറി ഗേറ്റ്സിൻ്റെ ഇതെത്തിട്ടോ. ഇത് മോർ ദാൻ എത്ര 10,000-നേക്കാളും കൂടുതൽ 10,000 ഒക്കെ ഉണ്ടാവും ടോറി ഗേറ്റ്സ്. 10,000 ടോറി ഗേറ്റ്സ് ആണ് കേട്ടോ ഇവിടെ നിന്ന് തുടങ്ങുന്നത്. ഇവിടെ ഇങ്ങനെ രാവിലെ അതിരാവിലെ ഒക്കെ 5 മണിക്കൊക്കെ എണീറ്റ് ആൾക്കാർ ഇവിടെ വരും. കാരണം ഇത് എം ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. സോ നമ്മളിപ്പോൾ നടക്കുവാണ്. കുറച്ചും കൂടി ഉള്ളിലോട്ടേക്ക് വന്നു. അപ്പോൾ കണ്ടോ, ഇത് നല്ല ഡെൻസുമായി പിന്നെ ഫോറസ്റ്റുമായി. അപ്പോൾ അതിൽ മുന്നിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ദാറ്റ് ആഫ്റ്റർ ദിസ് പോയിന്റ് നമുക്ക് വാഷ്റൂം ഫെസിലിറ്റി ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പോകാൻ പറ്റും, ജസ്റ്റ് ഗോ ഹിയർ. അപ്പോൾ ഇവിടെ സീക്രട്ട് സ്പേസ് ആയതുകൊണ്ട് റെസ്റ്റ് റൂം ഒന്നുമില്ല. സോ ഇനി ഇങ്ങോട്ട് നടന്ന് നമുക്ക് 2 hours എങ്കിലും നടന്ന് പോകാൻ പറ്റും. പക്ഷേ വി ഹാവ് ഡിസൈഡഡ് ഓൺലി 30 minutes നമ്മൾ നടക്കും. നമ്മളിപ്പോൾ എവിടെയാണ്? ഇവിടുന്ന് ഈ പോണ്ട് നമ്മൾ കണ്ടു.
അപ്പോൾ 15 to 20 minutes ഹാസൻ്റെ ഉണ്ടായിരുന്നു മുകളിലേക്ക്. ഇനിയുണ്ട്. ഹാവിങ് എ സിപ്പ് ഓഫ് വാട്ടർ. Wait. अच्छा. വിശാൽ, നമ്മൾ ഓൾമോസ്റ്റ് മുകളിൽ എത്തിയോ? ഇല്ല നമ്മൾ പകുതി കൂടെ എത്തിയില്ല. നമ്മൾ എവിടെ എത്തിയ? നമ്മളിവിടെ ഓക്കെ. ഇവിടുന്ന് പോയിട്ട് ഇവിടെ എത്തി. ആ, ഇവിടുന്ന് നേരെ മേളിൽ പോയിട്ട് പിന്നെ സ്ട്രേറ്റ് വന്നിട്ട് ഇവിടുന്ന് ക്രോസ്. അത്രയും പോണ്ട. വേണ്ട, നമുക്ക് ഇവിടുന്ന് റിട്ടേൺ പോകാം. ആ, അതാ മുകളിലൊരു ഷ്രൈൻ ഉണ്ട് കണ്ടോ, ഏറ്റവും ടോപ്പ് മോസ്റ്റില്. ഇവിടെ കണ്ടോ ഒരു ഷ്രൈൻ. അല്ല, ഷ്രൈൻ അല്ലത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഡോർ ഈസ് ബ്ലാക്ക് ഇൻ കളർ, മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റോൺ ഓർ സംതിങ്. നോ, ഇത് കണ്ടോ, എന്തോ തരം ബേരിയാണ്. കണ്ടോ, ഇത് പോയിസണസ് ആണെന്ന് അറിയില്ല. ടച്ചിങ്. ഇതിൽ നിറയെ കളിച്ച് നിൽക്കുന്നുണ്ട്. സി, ടച്ച്. എടാ ഇവിടെ നോക്കടാ. ഇവിടുത്തെ വീടിൻ്റെ പുറകിലൊക്കെ എത്ര നല്ല ബ്യൂട്ടിഫുള്ളി ആണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലവർ. ഇത് സ്ട്രോബെറി മോച്ചിയാണ് വിത്ത് ചോക്ലേറ്റ് ഐസ് ക്രീം. ഞാൻ കഴിക്കാൻ ഇതെങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കണം. എങ്ങനെയുണ്ട്? ചോക്ലേറ്റ് ക്രീം ഉണ്ട്, ചോക്ലേറ്റിൻ്റെ മോച്ചിയാണിത്, ആൻഡ് ദെൻ സ്ട്രോബെറി ഉണ്ട്. ഇറ്റ്സ് വെരി സോഫ്റ്റ് ആൻഡ് ജെല്ലി ടെക്സ്ചർ, സോഫ്റ്റ് ടെക്സ്ചറാണ്. ഇപ്പോൾ നമ്മൾ നിഷിക്കി മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത്. അവിടെ കുറേ സ്ട്രീറ്റ് ഫുഡ്സ് കിട്ടും. ചൂടുണ്ടായിരിക്കുക. വെരി Salty. It's good. ഇവിടെ വെജിറ്റബിളിൻ്റെ ടെമ്പൂറ ഉണ്ട്. You want to try vegetable tempura? Yeah, vegetable. That's it. ഇത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബീഫാണ് കേട്ടോ. സോ വാഗ്യു ഉണ്ട്, കോബെ. നിങ്ങൾ ബീഫ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഗ്രേഡിയൻസ് വെച്ചിട്ടാണ് ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. സോൾട്ട് ഇട്ടുണ്ടായിരുന്നോ ഒരു? But you prefer the prawns one or the vegetable one? പ്രോൺസ് നല്ലത്. ഇത് സ്ട്രിക്ട്ലി ഓക്കെ. നമ്മൾ
വെൽക്ക് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ ഇത് മസിൽസിന്റെ പോലെയാ. ഓക്കെ, വേറെ ഏതാ? ഇത് ഒക്ടോപ്പസ് ആണ്. This you have tried, no? In France? No. Again, very similar structure, texture. ഇത് ഒക്ടോപ്പസ് വിത്ത് എഗ്. ഓ നോ, ഐ കനോട്ട്. അതായത് ഫിഷിൻ്റെ എല്ലാ ഇതുണ്ട് കേട്ടോ. ഇത് സ്ക്വിഡ് ആണ്, ഇത് ഷ്രിംപ്. പിന്നെ ഇതാണ് എനിക്ക് കഴിക്കേണ്ടത്. ഇതിനെ പറയുന്നതാണ് സ്കാലപ്പ്. ഇത് ഗ്രിൽഡ് സ്കാലപ്പ് സ്ക്യൂവേഴ്സ് ആണ്. ഇത് ക്രാബ് മീറ്റ് ഉണ്ട്. പിന്നെ ഇത് എനിക്ക് ട്രൈ ചെയ്യണം. ഇതാണ് സീ അർച്ചിൻ. ഇത് സീ അർച്ചിനാണ്. ഇത് ഈലാണ്. പിന്നെ ഇത് മസിൽസ് ഉണ്ട്, മസിൽസ്. സോ ഇയാളിങ്ങനെ ഗ്രിൽ ചെയ്തിട്ട് തരും നമുക്ക്. ഇത് സ്കാലപ്പ് വിത്ത് സീ അർച്ചിനാണ്. ഇത് സ്കാലപ്പ് വിത്ത് ബട്ടർ സോയ സോസ്, സാൽമൺ റോ. ഞാൻ ബട്ടർ സോയ സോസിൻ്റെയാണ് മേടിക്കുന്നത്. ക്യൂട്ട് കടയാല്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കാൻ സ്ഥലമുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ബേബി ഒക്ടോപ്പസും ഒക്കെ കഴിച്ചിട്ട്? കഴിക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. ട്രൈ ചെയ്തു. നല്ല ഫിഷി മണം ഉണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, മസിൽസ് അതിൻ്റെ ടെക്സ്ചർ ബട്ട് എ ലിറ്റിൽ ഹാർഡർ. സ്ക്വിഡ് കഴിക്കണ പോലെ. Squid, mussels, those kind of texture. Not very, very spicy. Not very spicy. Not at all spicy. So yeah, just to try, right? Very mild. Oh, strong. സോ ഇങ്ങനത്തെ ഗ്ലാസ്സിലാണ് അവർ തരുന്നത്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്വീറ്റ്സ് ആക്കിയ. ഇത് മൊത്തം റൈസ് ക്രാക്കേഴ്സ് ആണ്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചില്ലി പെപ്പർ, വെരി സ്പൈസി എന്ന് എഴുതിയിട്ടുണ്ട്. സീ ലെറ്റ്യൂസ് ഉണ്ട്, സീ ബേസിൽ, ഷിഷോ എന്ന ഫ്ലേവർ ഉണ്ട്, പ്ലം ആൻഡ് ഗ്രാനുലേറ്റഡ് ഷുഗർ. വിശാൽ, യു വാണ്ട് ടു ട്രൈ സംതിങ്? റൈസ് ക്രാക്കേഴ്സ് മേ നല്ല ടേസ്റ്റ് ഉണ്ടോ? ആ, നല്ല ക്രഞ്ചി ആയിരുന്നു. ഒരു ബൈറ്റും കൂടി എടുക്ക്. വിശാലിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇച്ചിമി എന്ന് പറഞ്ഞൊരു സ്പൈസ് ഉണ്ട്, വെരി സ്പൈസി ആണ്. അത് വാങ്ങിച്ചു. ട്രൈ. ഭയങ്കര സ്പൈസാ, കഴിക്കാൻ പറ്റില്ല. ഇതിന് പൊടി നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പോക്കീൻ്റെ ആൽമണ്ട് ക്രഷ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴിക്കാണ്. നല്ല എരിവുണ്ടായിരുന്നു ഈ ചിമ്മി. ഇതാ ഇങ്ങനെയാണ് കേട്ടോ പോക്കി സ്റ്റിക്സ്. ഐ ഡോണ്ട് നോ വൈ ഇറ്റ്സ് നോട്ട് ഫോക്കസിങ്. വിശാലിന് രാവിലെ വാങ്ങിച്ച സ്മൂതി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ മാംഗോ ആൻഡ് പൈനാപ്പിൾ എടുക്കണം.
ജാപ്പനീസ് ആൾക്കാരുടെ ആസെറ്റാണ് ഡിസിപ്ലിൻ ആൻഡ് കാംനെസ്. ഭയങ്കര ഒബ്സർവൻ്റ് ആണ് കേട്ടോ ഈ ആൾക്കാർ. ആൻഡ് ഐ കുഡ് സെൻസ് ദാറ്റ് ഇൻ ദ പീപ്പിൾ സിറ്റിംഗ് അറൗണ്ട് ദ കാമോ റിവർ. ആൾക്കാർ ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു ദെയർ കോഫി, ഫീഡിങ് ദ ബേർഡ്, ടോക്കിംഗ് വിത്ത് ഫ്രണ്ട്സ്. ഭയങ്കര പീസ്ഫുള്ളാണ് ഇങ്ങനെ ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. And lot of people come here and sit down, chill, have coffee. And ഈ സൈഡിൽ കണ്ടോ നിറയെ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇസക്കായ അങ്ങനത്തെ പോലത്തെ ഒരു റെസ്റ്റോറൻറ്റ്സ് ആണ്. യു കെൻ ജസ്റ്റ് സിറ്റ് ആൻഡ് ഹാവ് ഫുഡ് ആൻഡ് എൻജോയ് ദ വ്യൂ. ഈ കാറ് നോക്കൂ, എന്ത് വിൻറ്റേജ് ആണല്ലേ. ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എവറിത്തിങ്, ഇറ്റ് ലുക്സ് സോ പ്രിറ്റി ആൻഡ് വിൻറ്റേജ്. നമ്മളിപ്പോൾ നടക്കുന്നത് ഗിയോൺ സ്ട്രീറ്റിലാണ്. ഇതാദ്യം റെസ്ട്രിക്റ്റഡ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ എന്തായാലും ഇവിടെ വരാൻ പറ്റുന്നുണ്ട്. ആൻഡ് കുറേ ആൾക്കാർ ഗീഷയിലെ ഡ്രസ്സിലാണ് നടക്കുന്നത്, കിമോനൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതവർ ശരിക്കും ഗീഷാസ് ആണോ അത് നോർമൽ ടൂറിസ്റ്റ് ആണോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ദ സ്ട്രീറ്റ്സ് ആർ റിയലി പ്രിറ്റി ആൻഡ് ലവ്ലി. സക്കുറ ലീവ്സ് ഇങ്ങനെ വീഴുന്നത് കാണാൻ പറ്റും. യു ക്യാൻ സീ, കണ്ടോ പതുക്കെയാണിത് വീഴുന്നത്. സോ നമുക്ക് കുറച്ച് ഇതിൻ്റെ സക്കുറ പെറ്റൽസ് നമുക്ക് കളക്ട് ചെയ്യാം. ആൻഡ് ദെൻ വി ക്യാൻ കീപ്പ് ഇറ്റ് ഇൻ ആ ബുള്ളറ്റ് ജേർണൽ. ഞാൻ എൻ്റെ ബുള്ളറ്റ് ജേർണലിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് കേട്ടോ. ഇത് പറക്കുന്നുണ്ട്, സോ വേഗം വെക്കാം. ഈ ഒരു ഷ്രൈനിൽ നമ്മൾ പോകാൻ നിന്നതായിരുന്നു, പക്ഷേ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 5:45 ആയില്ലേ. ഇപ്പോൾ ഇവിടെ ജപ്പാനിൽ മോസ്റ്റ്ലി ഷ്രൈൻസ് എല്ലാം ഒരു 5 മണി അല്ലെങ്കിൽ 4:30 ഒക്കെ ആകുമ്പോൾ അടയ്ക്കും. സോ ഇത് ഒബ്വിയസ് ആണ്, നമ്മൾ കുറേ ഷ്രൈൻസിൽ പോകുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരു 4 മണിക്ക് എത്താൻ പറ്റില്ല. സോ ഒബ്വിയസ്ലി സംതിങ് വിൽ ബി ലെഫ്റ്റ് ഔട്ട്. പുറകിൽ കാണുന്നതാണ് യസാക്ക പഗോഡ. അവിടേക്ക് നമുക്ക് പോവാം. വിശാൽ വാണ്ട്സ് ടു ടേക്ക് സം ഗുഡ് ഷോട്ട് ഓഫ് ദാറ്റ് പ്ലേസ്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഹിഗാഷിയാമ ഡിസ്ട്രിക്റ്റിലേക്കാണ്. അപ്പോൾ കണ്ടോ, ഇതൊരു ക്വിൻറ്റസെൻഷ്യൽ റോഡ്സ് ആണ് ഓഫ് ക്യോട്ടോ. ഏറ്റവും കൂടുതൽ ക്രൗഡ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ക്യോട്ടോയിലാണ്. വെൽ, ഒരു ടൂറിസ്റ്റി പ്ലേസ് ആയാൽ ക്രൗഡ് കാണും. ആൻഡ് സംടൈംസ് ഇറ്റ്സ് ഗുഡ് ടു ബി ഇൻ ക്രൗഡ്, ലുക്കിംഗ് അറ്റ് ഓൾ ദീസ് പീപ്പിൾ എക്സൈറ്റഡ് ടു ടേക്ക് ദാറ്റ് പെർഫെക്റ്റ് ഷോട്ട്. ഞാനും ഒരു അറ്റംപ്റ്റ് ചെയ്തു ടു ടേക്ക് എ ഷോട്ട് ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ പഗോഡ. ഇത് ക്യോട്ടോയിലുള്ള ഒരു സ്റ്റാർബക്സ് ആണ്. ഇതിപ്പോൾ ഇവരുടെ സ്റ്റൈലിൽ ഒരു സ്റ്റാർബക്സ് ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. സ്റ്റാർബക്സ് കോഫി ഷോപ്പ്. ഹായ്. We're just checking. But there's no space. There's no space here. ഇതിങ്ങനെ താത്താമി ഫ്ലോറിലിരിക്കുന്ന സ്റ്റാർബക്സ് ആണ്. സോ ഇതൊരു ജിബ്ലി സ്റ്റോറാണ്. ഇതിൽ പുറത്ത് തന്നെ വലിയൊരു തട്ടുവരൻ്റെ ഡോൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം. അതായത് കിക്കീസ് ഡെലിവറിൻ്റെ ക്യാറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. हाँ वो तो ओसाका में था ना. सब जगह रहे.
നമ്മളിപ്പോൾ ഈ ഗിയോൺ ഡിസ്ട്രിക്റ്റിൽ നിന്നിട്ട് ഇപ്പോൾ ക്യോട്ടോയിലേക്ക് ബസ് പിടിക്കാൻ പോവാണ്. ലെറ്റ്സ് സീ, നല്ല ലൈനൊക്കെ ഉണ്ട്. ഈ ബസ്സാണെന്നാണ് തോന്നുന്നത്. ലെറ്റ്സ് സീ. ട്രൂ ജാപ്പനീസ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇസക്കായ തന്നെ പോകണം. ഇസക്കായ ജാപ്പനീസ് ബാറാണ്. പുറത്ത് നിന്ന് നോക്കിയാൽ കുറച്ച് ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ട്രസ്റ്റ് മീ, ഗ്രാബ് സം കറേജ് ആൻഡ് ഗെറ്റ് ഇൻസൈഡ്. പീപ്പിൾ ആർ വെരി വാം ആൻഡ് ഫുഡ് ഈസ് അമേസിങ് ടു. സോ ഇത് നമ്മൾ വാങ്ങിച്ചത് ഫ്രൈഡ് നൂഡിൽസ് ആണ്, വിത്ത് പോക്കാണിത്. ആൻഡ് ദിസ് ഇസ് കരാഗെ, ചിക്കൻ കരാഗെ മൗണ്ടൻ, ചിക്കൻ മൗണ്ടൻ. ഇത് ഭയങ്കര ഫേമസ് ആണ് ആസ് എ ഡിഷ്. ഇത് സോയ സോസ് പോലത്തെ എന്തൊരു സോസാണ്. ആൻഡ് ദിസ് ഇസ് റെഡ് ചില്ലി. ഇത് ഞാൻ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൽ കഴിക്കുകയാണ്. ഈ കാബേജ് ആണ്. It's going to be very hot. Oh my god. Oh, I love this. Yum, yum. Minced chicken, pork. Okay, chicken, sorry. Wait, you're right outside. I'm going to come here again. സോ വി ആർ ഹിയർ. നമ്മളിപ്പോൾ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്പോട്ട് പിടിച്ചിട്ടിരിക്കാം ടു ഹാവ് അവർ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു സീറ്റ് പിടിച്ചിരുന്നു. ഇവിടെ നമുക്ക് റെയിൽവേ ട്രാക്കും കാണാൻ പറ്റും. ഇവിടെ പാർക്കാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ആൻഡ് സക്കുറാസും കാണാൻ പറ്റും. ബൈ ദ വേ, ഹൗ ഇസ് ദ കോഫി? Coffee is almost ലോസിൻ്റെ കോഫി എങ്ങനെയാ? Yeah, same like 7-Eleven. ഞാനാണെങ്കിൽ ഹോട്ട് മോക്കിയാണ് വാങ്ങിച്ചത്. അടിപൊളി ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റും. എനിക്ക് ജാപ്പനീസ് ട്രെയിൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദ ഡിസൈൻ ഇസ് കൈൻഡ് ഓഫ് വെരി ബ്യൂട്ടിഫുൾ. Romi Park. സോ ഇതെൻ്റെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ സെയിം സംഭവം ഞാൻ കഴിക്കുന്നത്. ഇത് പൊട്ടാറ്റോ ആൻഡ് ബേക്കൺ പൈ ആണ്. അപ്പോൾ ഇതിൽ നല്ലൊരു ചീസി ആൻഡ് പൊട്ടാറ്റോൻ്റെ ഫ്ലേവേഴ്സ് ഉണ്ട്. ആൻഡ് എനിക്ക് ബേക്കറി ഐറ്റംസിൽ ഫ്ലേക്കി ആയിട്ടുള്ള സ്റ്റഫ്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ Finally, Mr. Donut-ന്റെ ഡോണറ്റ് മേടിച്ചു. പക്ഷെ ഇത് ഡോണറ്റ് പോലെയല്ല. ഇത് ഭയങ്കര, ഇറ്റ്സ് നോട്ട് സോഫ്റ്റ്, ഇറ്റ്സ് ലൈക്ക് ഒരു ബിസ്ക്കറ്റ് ടൈപ്പാണ്. എന്തെങ്കിലും കഴിച്ചു നോക്കാം. called old fashioned donuts. ഇത് സ്ട്രോബെറി, ഈ സൈഡ് സ്ട്രോബെറി അല്ല, സോറി ചോക്ലേറ്റ്, ഈ സൈഡ് പ്ലെയിൻ. ഫഡ്ജ് കേക്ക് പോലെ, ഇതിൻ്റെ മുകളിൽ ബിസ്ക്കറ്റ്. കുറച്ചുകൂടി സമയം. Try the chocolate part. ചോക്ലേറ്റ് കോട്ടിംഗ്. Wow. It has a very different texture than the typical donut. It has very crunch, which normally donuts don't have. വേറെ ഫ്ലേവറാണ്. പക്ഷെ ഇത് I'm sure this is fried, but I there is no think extra this is- oil. I don't think this is This fried. is fried. But there's no extra oil. It's not, your hand is not leaving any oil. You know, and it's not extra sweet that like the usual donuts that we eat. ജാപ്പനീസ് ആൾക്കാരുടെ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഡെസേർട്ടിലും സ്വീറ്റിൻ്റെ ലെവൽ ഭയങ്കര കുറവാണ്. എന്നുവെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടും ടു ഈറ്റ് ഇറ്റ് ആസ് എ ഡെസേർട്ട്, ബട്ട് ഗുഡ്. വിശാലിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. വിശാലിന് ഭയങ്കരമായിട്ട് ജാപ്പനീസ് ട്രെയിൻസ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ട്രെയിൻസിനെ പറ്റിയിട്ടൊന്നും അറിയില്ലെങ്കിൽ പോലും ഇവിടെ വന്നിട്ടാണ് ഇഷ്ടപ്പെട്ടത്.
ഡിഫറെൻറ്റ് JR ലൈൻസ്, എസ്പെഷ്യലി ബുള്ളറ്റ് ട്രെയിൻസ്, ഷിൻകാൻസനൊക്കെ കാണാൻ എന്ത് രസമാണ് അറിയോ. അതൊരു പ്രത്യേക ഭംഗിയിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ആ എൻജിനീയറിങ് കാണുമ്പോൾ തന്നെ ആ ഒരു യു ഫീൽ ദാറ്റ് യു ഹാവ് പുട്ട് എ ലോട്ട് ഓഫ് വർക്ക് ടു ദിസ് മഷീൻ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടെ പാർക്കിൽ ഓവർലുക്ക് ചെയ്യണത് റെയിൽവേ സ്റ്റേഷനിലാണ്. എല്ലാ 2 മിനിറ്റ്സും ഷിൻകാൻസൻ പോകുന്നുണ്ട്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അത് ഈ സൈഡിൽ ഇപ്പോൾ ഷിൻകാൻസൻ തന്നെയാണ് പോണത്. കണ്ടോ, ഷിൻകാൻസൻ പോവാണ്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തായിട്ടുള്ളൊരു പാർക്കിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഫുള്ള് നമ്മൾ ട്രെയിൻസ് പോകുന്നത് കാണാൻ പറ്റും. സോ നമ്മൾക്കൊരു ഐഡിയ വന്നു ദാറ്റ് ലെറ്റ്സ് ഗോ ടു എ ട്രെയിൻ മ്യൂസിയം ബിക്കോസ് ജാപ്പനീസ് ട്രെയിൻസ് അടിപൊളിയാണ് ആൻഡ് വി ഓൾസോ റിയലി ഫെയർ ഇൻ ലവ് വിത്ത് ദം. സോ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പാർക്കിൻ്റെ ത്രൂ ആണ് ഈ മ്യൂസിയം ഉള്ളത്. ജസ്റ്റ് an 8-minute walk. ആൻഡ് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കുറേ പേര് ഇവിടെ ഇരുന്നിട്ട് പിക്നിക് ആൻഡ് there are a lot of activities which are going on. ആൻഡ് അപ്പോൾ എന്തായാലും നമുക്കിനി മ്യൂസിയത്തിൽ പോയിട്ട് കാണാം. നമ്മൾ ക്യോട്ടോ റെയിൽവേ മ്യൂസിയം എത്തിയിട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ടിക്കറ്റ്സ് എടുത്തു കേട്ടോ. നമുക്ക് മാസ്റ്ററിൻ്റെ ക്യൂട്ട് ലോഗോ. എന്താ ഇവിടെ ഇപ്പോൾ ലൈനുണ്ട്. ലൈൻ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നിലേക്ക് പോകും. ട്രെയിൻ ഓടിക്കുന്ന ആളുടെ അവരെ പൈലറ്റ് എന്നാണ് പറയുന്നവ. അവരുടെ യൂണിഫോംസ് ആണ് കേട്ടോ. എന്ത് നല്ല ഭംഗിയായിട്ടുള്ള യൂണിഫോംസ് ആണ്. എല്ലാ ട്രെയിൻസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിഫോംസ് ആണ് കേട്ടോ. ജപ്പാൻ്റെ ഫസ്റ്റ് പ്രൈവറ്റ് റെയിൽവേ, അതിൽ നിപ്പോണിൻ്റെ റെയിൽവേ കമ്പനി ആയിരുന്നു. ഇത് പഴയ ഇങ്ങനത്തെ രീതിയിലായിരുന്നു ടു ഗെറ്റ് ദ ടിക്കറ്റ്സ് ആൻഡ് ക്രോസ്. ആൻഡ് ഇത് പുതിയതാണ്, ഇലക്ട്രിക്കൽ. ഇവിടെ സ്റ്റീം എൻജിൻ്റെ മോഡൽസ് വെച്ചിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ്ലി നമുക്ക് സ്റ്റീം എൻജിൽ ഇരിക്കാനും പറ്റും. ലെറ്റ്സ് സീ.14時ちょうど発通信運行です。座席は面席自由席。それではゆっくりと出発いたします。この後も座ったままお楽しみください。എങ്ങനെയുണ്ടെന്ന് വിശാൽ? അമേസിംഗ് ഫൺ. ആദ്യമായിട്ടാണ് സ്റ്റീം എഞ്ചിൻ ട്രെയിനിൽ ഇരിക്കണേ. ഇപ്പോൾ നമ്മൾ ഒരു അടിപൊളി രാമനൊക്കെ കഴിച്ചിട്ട് വന്നു.
ഇപ്പോൾ നമ്മൾ കോട്ടുകുജി ടെമ്പിളിലേക്ക് പോവാണ്. അത് വളരെ ഫേമസ് ആയിട്ടൊരു ടെമ്പിളാണ്. അതിൻ്റെ സെക്കൻഡ് നെയിം ഇസ് ലൈക്ക് ഗോൾഡൻ ടെമ്പിൾ. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ പോവാം. അത് പോപ്പുലർ ആയതുകൊണ്ട് കുറേ തിരക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഇറ്റ്സ് ഓക്കെ. നമ്മളൊരു ഗോൾഡൻ ആറിലേക്കാണ് വന്നത്, സോ ദാറ്റ് വിശാൽ ക്യാൻ ടേക്ക് ഹിസ് ഷോട്ട്സ്. ഇവിടെ നിങ്ങൾ വിൻറ്റേഴ്സിൻ്റെ സമയത്ത് വരാണെന്ന് വെച്ചാൽ നല്ല രസമായിരിക്കും. കാരണം ഇതെല്ലാം ട്രീസ് അല്ലേ, ഐ മീൻ ഇൻ ദ വാട്ടർ. സോ ഈ വ്യൂ നമുക്ക് ഫുള്ളും സ്നോ ആയിട്ട് നിന്നിട്ട് കാണാൻ പറ്റും. ആൻഡ് ഈ ലേക്കൊക്കെ ഇങ്ങനെ ഫ്രീസ് ആവും. സോ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരിക്കും വിൻറ്റേഴ്സിൽ. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ ഷൂ ഊരിടണം. പിന്നെ ഇവരുടെ ഫേസ് മാസ്ക് നമുക്കുണ്ടോ. വിശാല് മേടിച്ചത് ഹാംബർഗർ സെറ്റാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ സ്റ്റേക്ക് സെറ്റ് ഇവിടെ ഫ്രൈസ് ഉണ്ടായിരുന്നു. നമ്മളത് കഴിച്ച് തീർത്തു ബിക്കോസ് യു വർ സൂപ്പർ ഹംഗ്രി. ഇത് പോൾ ബാർലി റൈസ് ആണ്. ഇത് കുറച്ച് സാലഡ് ഉണ്ട്. ഇത് മീസോ സൂപ്പാണ്, ഫിഷിൻ്റെ മീസോ സൂപ്പാണ്. ഇത് മുകളിൽ ഒരു റാഡിഷ് ഇട്ടിട്ടുണ്ട്, ബീഫ് ബർഗർ ആൻഡ് സം നൂഡിൽസ്. ഞാൻ മേടിച്ചിരിക്കുന്നത് ചിക്കൻ ഫ്രൈ, പോർക്ക് സാലഡ് ആൻഡ് ഇത് ടാർട്ടാർ സോസാണ്. ഇത് ടോഫു, ഇത് റൈസാണ് ആൻഡ് ഇത് മീസോ സൂപ്പ്. ഇതാണ്, ഇതൊക്കെയാണ്. കുറച്ച് ചിക്കൻ പീസ് എടുത്തു ആൻഡ് ദെൻ കുറച്ച് സാലഡ്. വിശാല് കുറേ ദിവസമായി ഈ സ്വീറ്റ് മെലൻ്റെ ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഹണി മസ്ക് അല്ലെങ്കിൽ മസ്ക് മെലൻ്റെ ഒക്കെ ഒരു ഐസ്ക്രീമാണ്. ഓ, നല്ല ഫ്രഷ് ഗ്രീൻ മസ്ക് മെലൻ്റെ സ്മെൽ. Very good, right?